പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, ദൈവകൃപയിൽ ജീവിക്കുന്നു, വചനപ്രകാരം ജീവിക്കുന്നു, സഭ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നു, എന്നിട്ടും എന്തേ എൻ്റെ ദുരിതങ്ങൾ മാറാത്തത്? ഒന്നിനു പുറകെ ഒന്നായി ദുരിതം വരുന്നു. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് രോഗം വന്ന് ഞാൻ അബോധാവസ്ഥയിൽ കിടന്നു, കോമായിൽ 4 മാസത്തോളം വെന്റിലേറ്ററിൽ കിടന്നു. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് നിൽക്കാനോ നടക്കാനോ പറ്റുന്നില്ല. വീൽ ചെയറിലാണ് 14 കൊല്ലമായിട്ട്. അച്ഛൻ ഇത്രയൊക്കെ ദൈവസ്നേഹമുള്ളവനായിട്ടും പ്രസംഗിച്ച് നടന്നിട്ടും അച്ഛൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് കൊടുത്തിട്ടും എന്തേ ഇതൊക്കെ സംഭവിക്കുന്നത്? എല്ലായിടത്തും യൂറോപ്പിലും ഇന്ത്യയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. പ്രിയപ്പെട്ടവർ, നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമുക്കറിയാം, ഈശോ ഉണ്ടായിരുന്നപ്പോൾ ഈശോ തോണിയിൽ ഉണ്ടായിരുന്നു കൂടെ. അവരൊന്ന് ഉല്ലസിക്കാൻ തോണിയിൽ പോയതാ, വള്ളത്തെ കയറി. ഈശോ കൂടെ ഉണ്ടായിട്ടും തോണി മുങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. നമുക്കറിയാം, അവിടെ നിന്നാണ് വെള്ളത്തിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, യേശു കൂടെ നടന്നിട്ടും അവർക്ക് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വഴിയരിയിൽ നമുക്ക് ഗോതമ്പ് പറിച്ച് തിന്നുമായിരുന്നു. അത് ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ടും അവിടെ വിശപ്പടക്കാനുള്ള ആഹാരമില്ലായിരുന്നു എന്ന് ചുരുക്കം. നമുക്ക് വിശുദ്ധനായി ദൈവത്തെ സ്നേഹിച്ച് മാനസാന്തരപ്പെട്ട് വന്ന് ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ മഹാനായ പൗലോസ്, അവൻ്റെ ഒന്നൊന്നായ സഹനങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. 2 കൊരിന്ത്യർ 11 അധ്യായം. അവസാനം അവൻ, നമുക്കറിയാം, തലവെട്ടപ്പെടുകയാണ്. ശിരച്ഛേദനമായിരുന്നു അവന് സഹിക്കേണ്ടി വന്നത്. ഇനി ഈശോ വരുന്ന വഴിയൊരുക്കിയവൻ സ്നാപയോഹന്നാൻ, അവൻ്റെ തല പോയി. ഹല്ലേലൂയ. അത് അത്രമാത്രം നല്ല ജോലി ചെയ്തവൻ. മാത്രമല്ല, കർത്താവിന് വഴിയൊരുക്കിയവൻ, ശക്തനായ ഒരു പ്രവാചകൻ, ഈശോയെ ചൂണ്ടിക്കാണിച്ചവൻ, ഇവനാണ് അത് പാപം നിഹനിക്കുന്ന ദൈവകുഞ്ഞാട് എന്ന്. ആ യോഹന്നാൻ, കർത്താവ് അവനെപ്പറ്റി പറഞ്ഞത്, അവൻ ലോകത്തിൽ വിളങ്ങുന്ന ഒരു പ്രകാശമായിരുന്നു. തലവെട്ടപ്പെട്ടു. നമുക്കറിയാം, ഈശോ സ്നേഹിച്ച ഒരു കൂട്ടുകാരനായിരുന്നു ലാസർ. എന്നിട്ടും ലാസർ മരിക്കുന്നു. സ്നേഹിതനായിരുന്നിട്ടും നമ്മൾ പഴയ നിമിത്തം കാണാൻ സാധിക്കും, പൂർവ്വ യൗസേപ്പ് നല്ലവനായിരുന്നു. എന്നാലും അവനെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. തിരസ്കരിക്കപ്പെട്ടു, വേദനകൾ സഹിക്കേണ്ടി വന്നു. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യം നമ്മൾ കാണുന്നത്, അവനേറെ ദൈവഭക്തനായിരുന്നു. ദൈവികാര്യങ്ങളൊക്കെ ഒത്തിരി ശുഷ്കാന്തി ഉണ്ടായിരുന്നുവെന്ന്. അതുപോലെ അവനെന്നും മക്കൾക്ക് വേണ്ടിയിട്ട് പോയി ബലി അർപ്പിക്കുമായിരുന്നു. പാർട്ടിക്കൊക്കെ പോകുന്ന മക്കൾ പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, പാപം ഉണ്ടായിരുന്നിട്ടല്ല, അപാപം ചെയ്തേക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് സംഭവിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. അന്ന് ജീവിച്ചിരുന്നവർ നിഷ്കളങ്കനും നല്ലവനും നീതിമാനുമായിരുന്നുവെന്നാണ് യോബിൻ്റെ പുസ്തകം 1 അധ്യായം 1 മുതൽ വചനങ്ങൾ അവനെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്. എന്നാൽ ജോബിൻ്റെ സഹനങ്ങളോ ഒന്നിനു പുറകെ ഒന്നായി. നമുക്കറിയാം, അവസാനം കുഷ്ഠരോഗം വന്ന ശരീരം മുഴുവൻ വ്രണമായി തീർന്നു അവന് എന്നതും നമുക്കറിയാം. അതുപോലെ നമുക്കറിയാം, ഏലിയ ശക്തനായൊരു പ്രവാചകൻ, ഒരു കിടപ്പാടം പോലുമില്ലാതെ ഗുഹകളിൽ താമസിക്കേണ്ടി വരുന്നു. അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയേൽ പുസ്തകം, ശദ്രാക്ക്, മെശായി, അബ്നേഗോ എന്ന 3 ചെറുപ്പക്കാർ നെബൂഖദ്നേസർ ഉണ്ടാക്കിയ ആ പ്രതിമയെ, വിഗ്രഹത്തെ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തീയിലേക്ക് എറിയപ്പെട്ടു. ദൈവത്തെ പ്രതിയാണ് വിഗ്രഹാരാധന നടത്താതിരുന്നത്. അത്ര ദൈവസ്നേഹം കത്തി ജ്വലിക്കുന്നവരായിരുന്നു. എന്നിട്ടും തീയിൽ എറിയപ്പെട്ടു. പ്രിയപ്പെട്ട അവിടെ കിടന്ന് അവർ കീർത്തനങ്ങൾ പാടിയ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ പുസ്തകം 3 അധ്യായം. ഞാനിത് പറയാൻ കാര്യം, പ്രിയപ്പെട്ടവരെ, നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയിലും കൂടാശയിലും കർമ്മങ്ങളിലുമെല്ലാം പങ്കുകൊണ്ട് ജീവിക്കുമ്പോൾ സഹനം, രോഗം, ദുരിതം, ക്ലേശം,
ദാരിദ്ര്യം, കടബാധ്യതകൾ, വിശപ്പ്, ദാഹം, കാരാഗ്രഹം, പീഡനം, കഷ്ടപ്പാടുകൾ, മരണം എന്നൊക്കെ ഉണ്ടാകുകയില്ല എന്ന് കരുതരുത്. ഹല്ലേലൂയ. ഈശോയോട് കൂടി ആയിരിക്കുമ്പോൾ എനിക്ക് ആര് കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കരുത്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന്. ഇനിയും എന്നാൽ ഇവരുടെയൊക്കെ ചരിത്രം, ഞാൻ പറഞ്ഞവരുടെ ചരിത്രത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ സഹനങ്ങൾ എങ്ങനെ അത്ഭുതാവഹമായി ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിച്ചുവെന്ന്. താൻ തിരഞ്ഞെടുത്ത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. റോമ 8:28. ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 ബാലന്മാർ തീയിൽ വീണു. അവിടെ കിടന്ന് കീർത്തനം പാടി. തീ അവരുടെ രോമത്തെ പോലും സ്പർശിച്ചില്ല. വലിയ അത്ഭുതം. ആ സഹനങ്ങളിലൂടെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കൊന്നിനോസ് വിളംബരം ചെയ്തു. ഈ 3 പിള്ളേർ, ഈ 3 യുവാക്കൾ വിശ്വസിക്കുന്ന ദൈവത്തെ ആരും നിന്ദിക്കാൻ പാടില്ല. ആ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കണം. ഇനിയും ബാലിനെ അല്ല വന്ദിക്കേണ്ടത് എന്ന്. നോക്കൂ, ഭയങ്കര ജീവിത സാക്ഷ്യമായി മാറി. പലർക്കും നന്മയ്ക്കായി സംഭവിച്ചു. നമുക്കറിയാം, ജോബിൻ്റെ പുസ്തകം. ദൈവത്തെ സ്നേഹിച്ച നീതിമാനായിരുന്നിട്ടും അവൻ ഈ സഹനങ്ങളിലൂടെയെല്ലാം കടന്നുപോയതിന് ശേഷം അവൻ്റെ ദൈവാനുഭവം പറയുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 42:5. അങ്ങയെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ സഹനങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ അവിടുത്തെ കാണുന്നുവെന്ന്. അപ്പോൾ വലിയ ദൈവാനുഭവം, ആന്തരിക കണ്ണുകൾ തുറക്കപ്പെട്ടു ഈ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പസ്തോലൻ തന്നെ പൗലോസ് ഈ സഹനങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട്, അല്ല മറ്റ് അപ്പസ്തോലന്മാരുടെ സഹനങ്ങൾ ഉണ്ടായപ്പോൾ ആണ് സഭയുണ്ടാകിയത്. നമ്മൾ പറയുന്ന പോലെ ആദിമ സഭയിലെ രക്തസാക്ഷിയുടെ രക്തത്തിലാണ് സഭ വളർന്നത്. ഇന്നും അതുതന്നെ സംഭവിച്ചുകൊണ്ടും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ശക്തി കർത്താവ് തരികയാണപ്പോൾ അത് അത്ഭുതകരമായ കർത്താവ് കൃപയാക്കി മാറ്റുന്നു. അവയെ അതിജീവിക്കാനുള്ള കൃപ തന്നുകൊണ്ട് അതിൽ നിന്ന് വലിയ സാക്ഷ്യമുണ്ടാക്കി വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നു. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളാകുന്ന തീച്ചൂഴിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു, മറ്റുള്ളവർക്ക് നന്മകൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, പൂറി ഔസേപ്പ് ആ സഹനങ്ങൾ സഹിച്ച് എൻ്റെ ഫലമായിട്ടുണ്ട് ഇസ്രായേലിനെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു രക്ഷകനായിട്ട് മാറിയെന്ന് നമുക്കറിയാം. മൂശ ആണെങ്കിലോ സഹനങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് അവൻ വേറെ ഒരു രക്ഷകനായി തീർന്നു, എല്ലാ ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷിക്കുവാനായിട്ട്. രക്ഷകൻ എന്ന് പറയുമ്പോൾ ദൈവം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മനുഷ്യൻ്റെ അന്നത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറ്റി ജീവിക്കാൻ, അവരെ രക്ഷിക്കുവാൻ. നിങ്ങളുടെ കുടുംബത്തിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിനക്ക് ഈ സഹനങ്ങൾ കർത്താവ് തരുന്നു. അതിന് എപ്രകാരം നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ സ്വീകരിക്കാൻ കഴിയുമോ, അപ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ 2 കൊറിന്തോസ് 4:16 മുതൽ വചനങ്ങൾ പറയുന്നത്, എൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും എൻ്റെ ആത്മീയ മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശാരീരികമായ ഈ കുറവുകൾ, പരാജയം ഉണ്ടായാലും എൻ്റെ ഹൃദയം, എൻ്റെ അന്തരാത്മാവ് ഒന്നിനൊന്ന് വളരുകയാണ് വിശുദ്ധിയിലെ നന്മയിൽ. ഈ വേദനകളൊക്കെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ മാറ്റുരയ്ക്കൽ ആണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, തട്ടാൻ സ്വർണം ഉരുക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ വെള്ളി ഉരുക്കുന്നത് ഉരുക്കി പൂർണ്ണമായി ശുദ്ധമായോ എന്നറിയുവാൻ തിളങ്ങുന്ന തിളച്ചു കിടക്കുന്ന സ്വർണത്തിലേക്ക് ഒന്ന് നോക്കും. അപ്പോൾ അവൻ്റെ മുഖം വ്യക്തമായിട്ട് കാണാമെങ്കിൽ സ്വർണം ശുദ്ധീകരിച്ചു. അതുപോലെ ഈ സഹനങ്ങളുടെ കടന്നു പോകുമ്പോൾ കർത്താവ് നോക്കും നമ്മുടെ ഹൃദയത്തിലേക്ക്. എല്ലാം കാണുന്നവനാണ് കർത്താവ് കേട്ടോ. അപ്പോൾ അവൻ്റെ മുഖം കാണുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നമ്മൾ അനുഗ്രഹീതരാകും, നമ്മളിലൂടെ മറ്റുള്ളവരും അനുഗ്രഹങ്ങൾ ആയി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതാനുഭവങ്ങൾക്കൊക്കെ നിങ്ങൾക്കറിയാം.
എനിക്ക് രഹസ്യമായിട്ടൊന്നുമില്ല, എല്ലാം പരസ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ധ്യാനങ്ങളിലൂടെയും പല വീഡിയോകളിലൂടെയും ഞാൻ പറയാൻ സാധിക്കും. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ വലിയ നന്മയുടെ ചുവടുവയ്പ്പുകൾ ആണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കൽ ആണ്. ദൈവം ഒരിക്കലും സഹനങ്ങൾ തരുന്നില്ല, നമ്മൾ സഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. കർത്താവ് എപ്പോഴും നമ്മുടെ സൗഖ്യം നന്മയൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്കിതുണ്ടാകുമ്പോൾ അനുവദിക്കും. അവിടുത്തെ പെർമിസീവ് വിൽ, അനുവദിക്കുന്ന ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ അവൻ്റെ സഹനത്തിൽ തന്നെയാണ് പങ്കുചേരുന്നത്. അത് ഭാഗ്യമാണ്. അവൻ്റെ സഹനത്തിൽ പങ്കുകൊള്ളാൻ വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് പത്രോസ് പറയുന്നുണ്ട്. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ പുണ്യവാനാകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പാണ്. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ടവർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ നമ്മൾ വാഴ്ത്തപ്പെട്ടവരായി തീരുവാൻ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുവാനാണ് കർത്താവ് സഹനത്തിലൂടെ നമ്മളെ നയിക്കുന്നത്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസാരമാണെന്ന് ഞാൻ കരുതുന്നുവെന്ന് റോമാക്കാർക്ക് ലേഖനത്തിൽ 8:18 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിത്യതയെ ദർശിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകമല്ല, പിന്നെ പരലോകമാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതം. അത് നമുക്ക് കൈവരിക്കണം. നിശ്ചയമായിട്ടും നിങ്ങളെല്ലാം അത് ആഗ്രഹിക്കുന്നവരാണ്. ഒരു വചനപ്രഘോഷകനായ എൻ്റെയും പ്രാർത്ഥനയും നിയോഗവും ആഹ്വാനവുമെല്ലാം ഇതിനു വേണ്ടിയാണ്. നമ്മുടെ ഈ ഭൗമികായതയിൽ നിന്ന് നമ്മൾ കരയേറി ആ ആത്മീയതയിലേക്ക് വളർന്ന് നവ്യരാജ്യത്തിൽ യേശുവിനോടുകൂടി ആയിരിക്കുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളെല്ലാം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, ഭാഗ്യപ്പെട്ടവരായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കിട്ടുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ തന്നെ പറയുന്നു ഇവൻ പുണ്യവാനായിട്ട് നടന്നിട്ടും ഇവന് രോഗശാന്തി കിട്ടിയില്ലല്ലോ, ഇവനൊരു പുര പണിയാൻ പറ്റിയില്ലല്ലോ, ഒരു കാറ് വാങ്ങാൻ പറ്റിയില്ലോ, ഇവനെ മക്കളെ കെട്ടിക്കാൻ പറ്റിയില്ലല്ലോ, മക്കൾക്ക് ജോലിയൊന്നും കിട്ടിയില്ലോ, കടങ്ങൾ വീടിയില്ലല്ലോ. അപ്പോൾ അവർക്ക് തന്നെ ചിലപ്പോൾ തോന്നും ഈ ദൈവിക ചിന്തയില്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് നിർത്തിയാലോ, ദൈവമായുള്ള ബന്ധം നിർത്തിയാലോ. അങ്ങനെ നിർത്തുന്നവരുണ്ട്. തങ്ങളോട് തന്നെ മടുത്ത് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് ഈ ലോകത്തിൽ. ഇവിടെയാണ് ആത്മീയ കണ്ണുകൾ തുറക്കേണ്ടതും ആത്മീയ മനുഷ്യനെ കാണേണ്ടതും. എനിക്കൊരു ആത്മീയ മനുഷ്യനുണ്ട്, എന്നിൽ ഒരു ആത്മീയ ശരീരമുണ്ട്, എനിക്കൊരു ആത്മീയ ജീവിതമുണ്ട്. അത് എൻ്റെ വിശ്വാസത്തിലൂടെ, എൻ്റെ വചനത്തിലൂടെയുള്ള പിറവിയിൽ, അതായത് ജ്ഞാനസ്ഥാനത്ത് കിട്ടിയതാണ്. അപ്പോൾ ഈ ബാഹ്യമായ മനുഷ്യനുപരിയായി ഞാൻ കർത്താവിനോട് ആയിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്രകാരം ഉണ്ടാകുന്നതിനെ മാറ്റുകയില്ല, അതിലൂടെ ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. മാത്രം ഒരാളെയും എന്നല്ല, പലരുടെയും ചരിത്രങ്ങൾ എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. ചില അമ്മച്ചിമാർ, ചില അപ്പന്മാർ ഏറെ ക്ഷമയോടെ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന് ഫലമായി മക്കൾക്ക് മാനസാന്തരമുണ്ടായി, അല്ലെങ്കിൽ മക്കൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബശാപങ്ങൾ മാറിക്കിട്ടിയിരിക്കുന്നത് ഒക്കെ ഉണ്ട്. അതൊക്കെ സാക്ഷ്യം പറയാനുള്ള സമയമല്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. സഹനത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ ആണ്. ആ നിമിഷങ്ങൾ ഓരോന്നും സ്വർഗം തുറന്ന് അനുഗ്രഹത്തിൻ്റെ പൂമാലകൾ, പുഷ്പങ്ങൾ വർഷിക്കപ്പെടുന്ന നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു സഹനം വരുമ്പോൾ നമ്മൾ മാറി നിൽക്കരുത്, ദൈവം ഇല്ല എന്ന് ചിന്തിക്കരുത്, നമ്മൾ മറ്റുള്ളവരെയും പഴിക്കരുത്. ദൈവമേ, അവൻ കരിസ്മാറ്റിക്കായിട്ട് ഭാഷാവർത്തി പ്രാർത്ഥിക്കുന്നവനായിട്ട് ഇതൊന്നും അവന് കിട്ടാത്ത എന്തുകൊണ്ടാണ് ഈ ഭൗമികമായത്? പ്രിയപ്പെട്ട, നമ്മുടെ ലക്ഷ്യം പൗലോസ് പറയുന്ന പോലെ ഭൗമികമായിട്ടല്ല, ഭൗമികമായിട്ടുള്ളതിന് വേണ്ടി മാത്രമാണ് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെക്കാൾ നമ്മൾ ദൗർഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നുണ്ടല്ലോ പൗലോസ് അപ്പോസ്തലൻ. 1 കൊറിന്തോസ് അധ്യായം 15:19, 29. അപ്പോൾ അങ്ങനെ നമ്മൾ ദൗർഭാഗ്യവാന്മാരാകരുത്, നമ്മൾ ഭാഗ്യവാന്മാരാകണം. ഭാഗ്യവാന്മാരാകുന്നപ്പോൾ അവിടുത്തെ സഹനത്തോട് കൂട്ടിച്ചേർത്ത് നമ്മൾ ഈ കഷ്ടതകളിൽ കർത്താവിൻ്റെ വിളങ്ങുന്ന പ്രകാശിക്കുന്ന പവിഴങ്ങളായി മാറുക, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രകാശം പരത്തുന്ന വ്യക്തികളായി മാറുക.
കർത്താവ് ആഗ്രഹിക്കുന്നതും പറയുന്നതും അത് തന്നെയാണല്ലോ ഈ ലോകത്തിൽ നമ്മൾ ആരായിരിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ വായിക്കുകയാണ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 15. ഫിലിപ്പിയർ അധ്യായം 2 അത് 15. നാം എന്തു ചെയ്യണം, നമ്മുടെ പ്രേക്ഷിതത്വം എന്താണെന്ന് വ്യക്തമായി പറയുന്നു. നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായി തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവിടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഈ നാളുകളിലൊക്കെ എൻ്റെ വചനപ്രഘോഷങ്ങൾ ഞാൻ അവിടെ പോയാലും കാണുന്നതും ഇത് തന്നെയാണ്. എൻ്റെ സഹനത്തിൻ്റെ ബലമാണ്. എന്തോ കർത്താവ് കൃപ എനിക്ക് തന്നു, സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ. അതുകൊണ്ട് എനിക്ക് ശക്തനായി മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വയസ്സനാകുന്നില്ല. വയസ്സാകുന്നത് ശാരീരികമായിട്ടല്ല, ആത്മീയമായിട്ടാണ്. ആത്മീയമായിട്ടെന്നും യുവത്വത്തിൽ ആണ്. അതിന് കാരണം ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുന്നു. അത് തിന്മയെ വെറുത്തുകൊണ്ടുള്ള ആ ജീവിതം, ഭക്തിയുടെ ജീവിതം. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, ആ ഭക്തിയിൽ കൂടുതൽ വളരുവാനും ഈശോയോട് കൂടിയായി തീരുവാനും കർത്താവ് അനുവദിക്കുന്ന നിമിഷങ്ങളിൽ. എന്നാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ഓരോ സഹനങ്ങളും പാഴായി പോവില്ല. നിങ്ങൾ ഈശോയിൽ അർപ്പിച്ച് അവിടുത്തെ കരങ്ങൾ കണ്ട് അവിടുത്തെ ഇഷ്ടം കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, അല്ല അതിനെ നിഷേധിക്കുന്നു, എന്തുകൊണ്ട് തന്നുവെന്ന് റെബല്യസായിട്ട് നമ്മൾ കർത്താവിനെ ചോദ്യം ചെയ്യുന്നവരായിട്ട് പിറുപിറുക്കുന്നതായിട്ട് മാറുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ നമ്മൾ ഇല്ലാതാക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ. ഒരു പക്ഷേ നമ്മൾ യേശുവിൻ നാമത്തിൽ സഹനങ്ങൾ സഹിക്കുമ്പോൾ നമ്മൾ മണ്ടന്മാരാന്ന് പറയും. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ അധ്യായം 1:18 പൗലോസ് വ്യക്തമായി പറയുന്നത്, കുരിശിൻ്റെ സന്ദേശം വിശ്വാസത്തിൽ ജീവിക്കുന്ന നമുക്ക് ശക്തിയാണ്, എന്നാൽ നാശത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അത് ഭോഷത്തരമാണ് എന്ന്. അപ്പോൾ ഭോഷന്മാരായ ധാരാളം പേരുണ്ട്. അവരൊക്കെ ഈ ലൗകികമായ ഭദ്രത, സൗഖ്യം, നേടൽ എല്ലാമാണ് നോക്കുന്നത്. ആ നേട്ടങ്ങളൊക്കെ നോക്കുന്നു. അതുകൊണ്ടാണ് പലരും ഇന്ന് അപ്രകാരമുള്ള സുവിശേഷം പ്രഘോഷിക്കുന്നത്. അതായത് എല്ലാ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയും. അതല്ല കർത്താവ് പ്രഘോഷിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ആണ്. കർത്താവ് സ്തോത്രം, കർത്താവ് നന്ദി. ഈ ചെറിയ സന്ദേശം ഉൾക്കൊള്ളാൻ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹവും കൃപയും തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.